ഫെലിക്സ്, ഇന്ന് വീണ്ടും തെരച്ചിൽ തുടരുകയാണല്ലോ. ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തും എന്നാണല്ലോ നേരത്തെ സാരംഗം പറഞ്ഞത്. അത് സംബന്ധിച്ച് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ജില്ലാ കളക്ടർ ഉടൻ തന്നെ എത്തുമോ അതോ എത്തിച്ചേർന്നോ? ജില്ലാ കളക്ടർ ഏതാണ്ട് അല്പസമയത്തിനകം 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ എത്തുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എത്തിയാൽ മാത്രമായിരിക്കും മാൽപ്പയ്ക്ക് ഈ പുഴയിൽ ഇറങ്ങാൻ സാധിക്കുക. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. അതായത് കളക്ടർ എത്തിയാൽ മാത്രം പുഴയിലേക്ക് ഇറങ്ങിയാൽ മതി എന്നതാണ് മാൽപ്പയ്ക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് എല്ലാത്തിനും തയ്യാറായി മാൽപ്പ ഇവിടെ പുറത്ത് നിൽപ്പുണ്ട്. അദ്ദേഹം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് കളക്ടർ എത്തി ഓർഡർ നൽകിയാൽ മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് കളക്ടർ എത്തുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് മാൽപ്പയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ എല്ലാവിധ സന്നാഹങ്ങളുമായി സജ്ജമാണ്. എത്രയും വേഗം ഈ പുഴയിൽ ഇറങ്ങി തെരച്ചിൽ നടത്താൻ സന്നദ്ധമാണ് എന്നത് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഓയിൽ, ഡീസലിൻ്റെയാണ് എന്ന് കരുതുന്ന ഒരു ഓയിൽ ഈ വെള്ളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഓയിൽ കണ്ടെത്തിയ സ്ഥലത്തേക്കാണ് ഇനി ഏറ്റവും പ്രധാനമായും തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുക. നേരത്തെ ഈ ജാക്കി കിട്ടിയ സ്ഥലത്ത് നിന്നും ഏതാണ്ട് കുറച്ച് മാറി, ഏതാണ്ടൊരു 50 മീറ്റർ അകലെ മാറിയാണ് ഇപ്പോൾ ഓയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഓയിൽ കണ്ടെത്തിയ സ്ഥലത്താണ് ഇന്ന് പ്രധാനമായും ആദ്യം തെരച്ചിൽ നടത്തുക എന്നതാണ് ഇപ്പോൾ മാൽപ്പ അറിയിക്കുന്നത്. അപ്പോൾ മാൽപ്പ ഇത് തയ്യാറായി ഇവിടെ എത്തിയിട്ടുണ്ട്. മാൽപ്പയുമായി SDRFിൻ്റെ സംഘം അവരാണിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് SDRFുമായി ഒക്കെ തന്നെ മാൽപ്പ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൽ ഓയിൽ കണ്ടെത്തിയ ഒരു സ്ഥലമുണ്ട്. അതൊക്കെ തന്നെ SDRFുമായി മാൽപ്പയെ അതെവിടെയാണ് കണ്ടെത്തിയ സ്ഥലം എന്നതൊക്കെ തന്നെ വിശദീകരിച്ച് നൽകുന്നു. അങ്ങനെ വിശദീകരിച്ച് നൽകിയ ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് കളക്ടർ ഇവിടെ എത്തുക. കളക്ടർ ഇവിടെ എത്തി കളക്ടറുടെ തീരുമാനമാണ് ഏറ്റവും പ്രധാനം. കളക്ടർ എത്തിയ ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് ഇറങ്ങുന്ന സമയം സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുക. നമുക്കറിയാം ഇന്നലെ ജില്ലാ ഭരണകൂടം ഇങ്ങനെയൊരു അനുമതി നൽകിയിരുന്നില്ല. അങ്ങനെ അനുമതി നൽകാതിരുന്നെങ്കിലും പിന്നീട് കാർവാർ MLA തന്നെ, അതായത് MLA തന്നെ സ്ഥലത്ത് എത്തുകയും MLAയുടെ മാത്രം അനുമതിയോടുകൂടി തന്നെ ഇത്തരമൊരു ഇടപെടൽ നടത്തുകയും ചെയ്യുന്നു. ഏതായാലും ഈ പ്രദേശത്ത് നിന്നും മാധ്യമപ്രവർത്തകരോട് മാറി നിൽക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് ഈ പ്രദേശത്ത് നിന്ന് അവർ മാറണം, മാധ്യമപ്രവർത്തകർ ഈ പ്രദേശത്ത് നിന്ന് മാറണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. നമുക്ക് ഇന്നലെ അങ്ങനെയൊരു നിയന്ത്രണം ഒന്നും തന്നെ അങ്ങനെയൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊരു നിയന്ത്രണം, ഇന്ന് അങ്ങനെയൊരു നിയന്ത്രണം, അതായത് ഇവിടെ ഒരു ബാരിക്കേഡ് കെട്ടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ, അതായത് നേരത്തെ തെരച്ചിൽ ഇന്നലെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് മാധ്യമപ്രവർത്തകരുടെ സ്ഥലത്ത് നിന്ന് ഒരു സുരക്ഷാ പ്രശ്നമാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നതിന് എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ അവർക്ക് നൽകാൻ? അങ്ങനെ ഒരു വിശദീകരണം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. നമുക്ക് അദ്ദേഹത്തോട് തന്നെ സാർ, why this restriction? Come here. Any reason? You come here. Sir, You come here. You come here. സാർ, അദ്ദേഹം എന്താണ് കാരണം, എന്താണ് ഇങ്ങനൊരു റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്താനുള്ള കാരണം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. ഇവിടെ നിന്ന് മാറി നിൽക്കണം. ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് മാറി നിൽക്കണം എന്നതാണ് ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പക്ഷെ അതിനൊരു കാരണം പറയുന്നില്ല. നേരത്തെ നമുക്കറിയാം ഈ തെരച്ചിൽ ആദ്യ സമയത്തും ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ ഒരു കാരണവുമില്ലാത്ത പോലീസിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അങ്ങനെ ബാരിക്കേഡ് തീർത്ത് ഈ പ്രദേശത്തു നിന്നും മാറി ബാരിക്കേഡിന് അപ്പുറത്തേക്ക് മാറി നിൽക്കാനാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോടക്കം പോലീസ് ആവശ്യപ്പെടുന്നത്. പക്ഷെ അതിന് എന്താണ് കാരണം എന്ന് ചോദിച്ചിട്ടും ഡ്രോൺ ബേസ്ഡ് റഡാർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച സമയത്ത് എല്ലാവരും കൂടെ നിന്നാൽ അല്ലെങ്കിൽ ട്രാൻസ്മിഷന്റെ സമയത്ത് ഉണ്ടാകുന്ന സിഗ്നലുകൾ അതിന് തടസ്സമുണ്ടാകും, ക്രോസ് പോൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും, അതൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് എന്ത് കാരണം പറഞ്ഞാണ് ഇവർ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തുന്നത് എന്നാണ് മനസ്സിലാവാത്തത്.
അത് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തോട് പലതവണ ചോദിച്ചിട്ടും എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകരെ ഈ പരിസരത്ത് നിന്ന് മാറ്റി നിർത്തുന്നു, എന്തുകൊണ്ട് മാറ്റി നിർത്താനുള്ള കാരണം എന്ന് സംബന്ധിച്ച് ഇതുവരെയും ഈ പറയുന്ന പോലീസുകാരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള വിശദീകരണവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴുണ്ടാകുന്നു. ഏതായാലും മാൽപ്പെ ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞതനുസരിച്ച് ഒരുപക്ഷെ ഈ കളക്ടർ ഇവിടെ എത്തി അദ്ദേഹത്തോട് ഇറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കൂടി താൻ ഇറങ്ങാൻ തയ്യാറാണ് എന്നതാണ് മാൽപ്പെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇന്നലെ നമുക്കറിയാം കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് ഭേദിച്ചുകൊണ്ട് പ്രത്യേകിച്ചും എം എൽ എയുടെ അടക്കം തീരുമാനത്തിൻ്റെ പുറത്താണ് ഇന്നലെ മാൽപ്പെ ഇറങ്ങിയത്. അതുകൊണ്ട് മാൽപ്പെ പറയുന്നത് ഒരുപക്ഷെ താൻ ഇറങ്ങും, കളക്ടർ അനുമതി നൽകിയില്ലെങ്കിലും താൻ ഇറങ്ങും എന്നതാണ് മാൽപ്പെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇവിടെ ഒരു വശത്ത് മാൽപ്പെ തയ്യാറായി നിൽപ്പുണ്ട്, മറുവശത്ത് കളക്ടർ എത്താൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇതുവരെയും കളക്ടർ ഇവിടേക്ക് എത്തിയില്ല. പോലീസ് ആകട്ടെ വലിയ നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആ നിയന്ത്രണത്തിന്റെ എന്താണ് കാരണം എന്ന് സംബന്ധിച്ച ഒരു വ്യക്തതയും വന്നിട്ടില്ല. ഒരു മേജർ ഓപ്പറേഷനാണ് ഇന്നത്തേത് എന്നതാണ് അവർ പറയുന്നത്. കാരണം ഇന്ന് കുറച്ചുകൂടി പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ ദിവസത്തേക്ക് ഒക്കെ അപേക്ഷിച്ച് ഇന്ന് കുറച്ചുകൂടി പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഓയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. ജലത്തിൽ ഓയിലിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയത് ഇന്നലെ ജാക്കി കണ്ടെത്തിയ സ്ഥലത്തു നിന്നും ഏതാണ്ട് ഒരു 50 മീറ്റർ മാറിയാണ് ഇപ്പോൾ ഈ ഓയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പ്രദേശത്ത് ഓയിൽ കണ്ടെത്തിയ സ്ഥലത്തായിരിക്കും ഏറ്റവും ആദ്യം പരിശോധന നടത്തുക എന്നതാണ് മാൽപ്പെ ഇപ്പോൾ അറിയിക്കുന്നത്. മാൽപ്പെ ഒരു വശത്ത് തയ്യാറായി നിൽക്കുന്നു. പക്ഷേ ഇതുവരെയും കളക്ടർ എത്തിയിട്ടില്ല. കളക്ടർ എത്തിയാൽ മാത്രമേ ഇറങ്ങാൻ സാധിക്കൂ എന്നതാണ് മാൽപ്പയോട് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. MLA ഇവിടെ എത്തിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് മാൽപ്പെ ഇങ്ങനെ തയ്യാറായി ഒരുങ്ങി സന്നദ്ധനായി സജ്ജമായി ഈ കരയ്ക്ക് പുഴ തീരത്ത് നിൽക്കുന്നു. പക്ഷേ എന്താണ് വൈകുന്നതിന് കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കളക്ടർ ഇവിടെ എത്തി കളക്ടറുടെ തീരുമാനപ്രകാരം മാത്രമേ ഇറങ്ങാൻ കഴിയൂ എന്ന് ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത് എന്നതൊന്നും വ്യക്തമല്ല. ഈഗോ പ്രശ്നമാണോ എന്നതൊന്നും അറിയില്ല. പക്ഷേ ഇതുവരെയും ഈ പറയുന്ന തിരച്ചിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. തിരച്ചിൽ തുടങ്ങണമെങ്കിൽ കളക്ടർ എത്തണമെന്നതാണ് മാൽപ്പയ്ക്ക് കിട്ടിയ നിർദ്ദേശം. അതുകൊണ്ട് മാൽപ്പെ സന്നദ്ധനായി അല്ലെങ്കിൽ സജ്ജമായി എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി പുഴയ്ക്കരികിൽ നിൽക്കുന്നു. അതേസമയം മാധ്യമപ്രവർത്തകർക്കടക്കം നിശ്ചിത ഇടങ്ങളിലേക്ക് മാത്രമാണ് പ്രവേശനം, നിശ്ചിത ഇടങ്ങളിലേക്ക് മാത്രമേ പോകാൻ കഴിയൂ. ബാരിക്കേഡ് അടക്കം വെച്ചുകൊണ്ട് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പരിസരത്ത്. പ്രത്യേകിച്ചും മാധ്യമപ്രവർത്തകരടക്കം പോലീസുകാർ ഉണ്ട്, NDRF SDRFിന്റെ ആളുകളുണ്ട്, മാൽപ്പയുണ്ട്. അത്തരം ആളുകളെ മാത്രമാണ് ഈ പ്രദേശത്തേക്ക് കയറ്റിവിട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ അർജുന്റെ ബന്ധു ജിതിൻ ഉണ്ട്, ഈ പറയുന്ന ട്രക്കിന്റെ ഓണർ മനാഫ് ഉണ്ട്. അത്തരം ആളുകളെ മാത്രമാണ് ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ തിരച്ചിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസത്തേക്കുള്ള അപേക്ഷിച്ച് ഇന്നലെ ജാക്കി കിട്ടി. ഇന്നപ്പുറത്തേക്ക് ഇതിന്റെ ഓയിലിന്റെ അംശം ഈ വെള്ളത്തിൽ കണ്ടെത്തുന്നു. ആ വെള്ളത്തിൽ ഓയിലിന്റെ അംശം കണ്ടെത്തിയ സ്ഥലത്തായിരിക്കും ഏറ്റവും ആദ്യം പരിശോധന നടത്തുക എന്നതാണ് മാൽപ്പെ അറിയിച്ചിട്ടുള്ളത്.